സർക്കാർ ചെലവുകൾക്കായുള്ള ധനാനുമതി ബിൽ വീണ്ടും പാസ്സാകാതെ വന്നതോടെ യുഎസ് അടച്ചുപൂട്ടൽ രണ്ടാം ദിനവും തുടരുകയാണ്. വിവിധ മേഖലകൾ സ്തംഭിച്ച അവസ്ഥയിലാണ്. അവസാന നിമിഷവും സെനറ്റിൽ സമവായത്തിലെത്താൻ കഴിയാതെ വന്നതോടെ അവശ്യ സർവീസുകൾ ഒഴികെയുള്ള എല്ലാ സർക്കാർ സ്ഥാപനങ്ങളും പ്രവർത്തനം അവസാനിപ്പിച്ചു. 55-45 എന്ന നിലയിലാണ് സെനറ്റിൽ ധനാനുമതി ബിൽ വീണ്ടും പരാജയപ്പെട്ടത്. സർക്കാർ സേവനങ്ങൾ രണ്ടാം ദിനവും നിലച്ചത് സാധാരണക്കാരെയും ബാധിച്ച അവസ്ഥയിലാണ്. അതിനിടെ 7.5 ലക്ഷത്തോളം വരുന്ന സർക്കാർ ജീവനക്കാരെ പിരിച്ചുവിടുമെന്ന് ആവർത്തിച്ചുകൊണ്ട് വൈറ്റ് ഹൌസ് വീണ്ടും രംഗത്തെത്തി. പുതിയ സാമ്പത്തിക വർഷത്തേക്ക് ഫണ്ട് അനുവദിക്കുന്ന ബിൽ ഒക്ടോബർ 1-ന് മുൻപ് കോൺഗ്രസ് പാസാക്കുന്നതാണ് യുഎസിലെ രീതി. എന്നാൽ ഇത്തവണ ഭരണപക്ഷമായ റിപ്പബ്ലിക്കൻ പാർട്ടിക്കും പ്രതിപക്ഷമായ ഡെമോക്രാറ്റുകൾക്കും സെനറ്റിൽ സമവായത്തിലെത്താൻ സാധിച്ചില്ല. 60 വോട്ടെങ്കിലും ലഭിച്ചാലേ ധനാനുമതി ബിൽ പാസ്സാവുകയുള്ളൂ. ഇതോടെയാണ് സർക്കാർ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടലിലേക്ക് നീങ്ങിയത്. ആരോഗ്യ സേവനം, അതിർത്തി സുരക്ഷ, വ്യോമയാനം തുടങ്ങിയ അവശ്യ സർവീസ് ഒഴികെയുള്ള സർക്കാർ സേവനങ്ങളെല്ലാം തന്നെ തടസ്സപ്പെട്ടിരിക്കുകയാണ്. ശമ്പളം കൊടുക്കാനും ദൈനംദിന കാര്യങ്ങൾക്കും വകുപ്പുകൾക്ക് പണമില്ലാതായതോടെ 7.5 ലക്ഷം ഫെഡറൽ ജീവനക്കാർ ശമ്പളരഹിത നിർബന്ധിത അവധിയിലേക്ക് പ്രവേശിച്ചു. ബിൽ വെള്ളിയാഴ്ച വീണ്ടും സെനറ്റിൽ അവതരിപ്പിക്കാനിരിക്കുകയാണ്. ഈ സാമ്പത്തിക പ്രതിസന്ധി ഇനി വിമാന സർവീസുകളെ ബാധിക്കുമോ എന്ന സംശയം ആദ്യം മുതലേ തന്നെ നിഴലിച്ചിരുന്നു. സാധാരണയായി ഷട്ട്ഡൗൺ വിമാനത്താവളങ്ങളെയോ എയർലൈനുകളെയോ കാര്യമായി ബാധിക്കില്ല. പക്ഷേ യാത്രക്കാർക്ക് അസൗകര്യമുണ്ടായേക്കാൻ സാധ്യതയുണ്ട്. എയർ ട്രാഫിക് കൺട്രോളർമാർ ജോലി തുടരുമെങ്കിലും അവർക്ക് ശമ്പളം ലഭിക്കില്ല. ജീവനക്കാർ ശമ്പളമില്ലാതെ തുടർച്ചയായി ജോലിക്ക് ഹാജരാകേണ്ടി വരുമ്പോൾ അത് അവരിൽ മാനസിക സമ്മർദ്ദം വർദ്ധിപ്പിക്കുകയും ജോലിയിൽ അത് പ്രതിഫലിക്കുകയും ചെയ്യും. അതിനാൽ യാത്രക്കാർക്ക് ലഭിക്കുന്ന സേവനങ്ങളിൽ കൂടുതൽ കാലതാമസം നേരിടേണ്ടി വന്നേക്കാം. നേരത്തെ ഷട്ട്ഡൗൺ പ്രഖ്യാപിച്ചുള്ളപ്പോഴൊക്കെ വിമാനത്താവളങ്ങളുടെ പ്രവർത്തനങ്ങൾ മന്ദഗതിയിലായിട്ടുണ്ട്. വിമാനയാത്രക്കാർ അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇതുതന്നെയാണ്. വിമാനത്താവളങ്ങളിൽ ക്യൂവിൽ കൂടുതൽ നേരം നിൽക്കേണ്ടിയും വന്നേക്കാം. അതിനാൽ തന്നെ അതനുസരിച്ച് യാത്രകൾ ആസൂത്രണം ചെയ്യേണ്ടതായും വരാം.